തെരഞ്ഞെടുപ്പ് അടുത്തടി. നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട സമയമായി. നാട്ടുകാർക്ക് വേണ്ടി നമുക്കൊരു പാല വിട്ടുകൊടുക്കാവടി. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ സംഭാവനയായ പാലത്തിന്റെ ഉദ്ഘാടനത്തിനായി എല്ലാ നാട്ടുകാരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. പത്രക്കാരെ വിളിക്കാൻ മറക്കല്ലേ. നോട്ടീസ് നാട് നീളെ വിതരണം ചെയ്തേക്കണം കേട്ടോടാ. അങ്ങോട്ട് പിടിയടാ. നിനക്കൊക്കെ നടക്കാനുള്ള പാലമാ. ഈ പാലത്തെ കയറിക്കൊണ്ട് ഈ പാലത്തിന്റെ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുന്നു. അയ്യോ അയ്യോ, എന്നെ രക്ഷിക്കണേ. ഫോട്ടോ എടുക്കല്ലേ, ചേട്ടന്റെ തുണി നഷ്ടപ്പെട്ടിരിക്കും. നമ്മുടെ പഞ്ചായത്ത് സെമിനാറിന്റെ വാർത്ത പത്രത്തിലുണ്ട്. മന്ത്രിയും കളക്ടറും DSPയും സിനിമാ നടിയും ഒക്കെ പങ്കെടുക്കുന്നുണ്ടെന്ന്. കൊള്ളാവുന്ന ഒരിടത്തേലും പ്രസംഗിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? പല വാലേന സഖ്യത്തിനോ കോഴി വിതരണത്തിനോ വിളിക്കും. ഇങ്ങനെ മന്ത്രിയും കളക്ടറും ഉള്ളിടത്ത് വേണം കേറി പറ്റാന്, അറിയാവോ? അതു നേരാ. മന്ത്രിയും കളക്ടറും ഒക്കെ ഉള്ളിടത്ത് കൂടെ ഇരുന്നാ അതൊരന്തസ്സാ. ആ സ്റ്റേജിലൊന്ന് കേറി പറ്റാൻ എന്താടാ ഒരു വഴി? ഒരു വഴിയുണ്ട്. നമ്മുടെ പപ്പ യാചക മന്ദിരത്തിന്റെ സെക്രട്ടറിയും കളക്ടർ പ്രസിഡന്റുമാ. കളക്ടർ വിചാരിച്ച കേറിപ്പറ്റാം. കേറിപ്പറ്റാം. നിന്റെ കുടുംബത്തിന് യാചക മന്ദിരത്തിൽ കേറിപ്പറ്റാം. കളക്ടർ പ്രസിഡന്റ് ആന്നോടാ? എങ്കിലേ വക്കീൽ വിചാരിച്ച ഈ കാര്യം നടക്കും. ഡാ, നിങ്ങൾ രണ്ടുപേരും ചേർന്നേ കാര്യമായിട്ട് നിങ്ങളുടെ പപ്പായോട് ഒന്ന് പറ. പോകുന്നതിന് മുമ്പ് നിക്ക് മക്കളെ, വല്ലതും കഴിച്ചേച്ച് പോകാം. ഇവർക്ക് കുടിക്കാനും കൂടി വല്ലതും വേണം. ഇങ്ങോട്ടിരിക്കടി. ഞാനുണ്ടാക്കിയ കേക്കാ. എങ്ങനുണ്ടടി? കേക്കിന് വല്ലതും പോരാതെ ഉണ്ടോ? കേക്ക് പോരാതെ ഉണ്ട്. ഇന്നാ കുറച്ച് കേക്ക് നിന്റെ വീട്ടിലും കൊണ്ടുപോയിക്കോടാ. പഞ്ചാരയും കാപ്പിപ്പൊടിയും ആവശ്യമുള്ളപ്പം ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. അക്കാര്യത്തിലൊന്നും ഞങ്ങൾക്കൊരു മടിയില്ല ചേട്ടത്തി. എന്നാ പിന്നെ വേഗം ചെല്ല്. നിന്റെ അമ്മയുടെ നടുവേദനയുടെ കാര്യം ഞാൻ അന്വേഷിച്ചെന്ന് പറയണം കേട്ടോ. പപ്പ, ചേട്ടനെ തലകുത്തി നിൽക്കാനേ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോന്ന് പപ്പയോട് ചോദിക്കാൻ പറഞ്ഞു. അതിനെന്തോന്ന് പഠിപ്പിക്കാൻ? അവിടെ മുമ്പിൽ അങ്ങനല്ലേ നിക്കുന്നത്. തലകുത്തി നിൽക്കാൻ പഠിപ്പിക്കുന്നത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അത് ഞാൻ ഏറ്റു. എന്നാ അതൊന്ന് ചേട്ടനെ വിളിച്ച് പറഞ്ഞേക്ക്. ചേട്ടാ, അതത്ര പ്രയാസമുള്ള കാര്യമൊന്നല്ല. ആ കാര്യം ഞാൻ ഏറ്റു. ആ പിള്ളേര് കാര്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി കളക്ടർ ഒന്ന് സമ്മതിച്ചാ. കളക്ടറെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഏറ്റവും നല്ലേ വക്കീല് പറഞ്ഞത്. അത് നടന്നില്ലെങ്കി അങ്ങേർക്കല്ലയോ കുറച്ചില്. എന്തോന്നാ സ്വപ്നം കാണുന്നത്? ഞാൻ ആ സെമിനാറിനെ കുറിച്ച് ഓർക്കുവായിരുന്നടി. സെമിനാറിന് പോകുന്നൊക്കെ കൊള്ളാം. ആ സിനിമാ നടിയുടെ അടുത്തൊന്നും പോയി ഇരുന്നേക്കരുത്. അപ്പൊ കാര്യങ്ങളൊക്കെ റെഡിയാണല്ലോടി? ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ചു ചേട്ടാ. പഞ്ചായത്ത് പ്രസിഡന്റാന്ന് പറഞ്ഞപ്പം കളക്ടർ അങ്ങ് സമ്മതിച്ചു. ചേട്ടന് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്ന സീറ്റായത്. ഇങ്ങോട്ട് കയറിയിരുന്നാട്ടെ. ആരും വന്നു തുടങ്ങിയില്ലേ? അവരൊക്കെ എന്തിയടാ? മറ്റുള്ളവരൊക്കെ മീറ്റിംഗ് കഴിഞ്ഞു പോയി. ചേട്ടന് സ്റ്റേജിലൊന്ന് കയറി പറ്റണമെന്നല്ലേ പറഞ്ഞത്? അത് നടന്നല്ലോ.